എല്ലാവർക്കും വൈൽഡ് സ്പേസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്ലാക്ക് ഹോളിനെ പറ്റിയാണ്. എന്താണ് ഒരു ബ്ലാക്ക് ഹോൾ? ബ്ലാക്ക് ഹോൾസ് പ്രപഞ്ചത്തിലെ തന്നെ സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരുപാട് സംഭവവികാസങ്ങളിൽ ഒന്ന് മാത്രമാണ്. എങ്ങനെയാണ് ഒരു ബ്ലാക്ക് ഹോൾ ഉണ്ടാകുന്നത്? അതിലേക്ക് വീണാൽ എന്ത് സംഭവിക്കും? ഈ രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് നമ്മളുടെ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. നക്ഷത്രങ്ങളിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ഒന്നാണ് ഹൈഡ്രജൻ ആറ്റം. ഈ ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഒരു വലിയ കൂമ്പാരം തന്നെ നക്ഷത്രങ്ങളിൽ കാണപ്പെടുന്നു. നക്ഷത്രങ്ങളുടെ കോർ ഭാഗത്ത് ന്യൂക്ലിയർ ഫ്യൂഷൻ മൂലം ഹൈഡ്രജൻ ആറ്റങ്ങൾ ഹീലിയം ആറ്റമായി മാറുന്നു. ഇത് സംഭവിക്കുന്നത് മൂലം വളരെയധികം എനർജി അല്ലെങ്കിൽ ഊർജം ഈ കോറിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഈ എനർജി റേഡിയേഷന്റെ രൂപത്തിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ കോറിൽ നിന്നും പുറത്തേക്ക് തള്ളുകയും അങ്ങനെ അവിടെ ഗ്രാവിറ്റിയും ഈ റേഡിയേഷനും തമ്മിൽ ഒരു ബാലൻസ് ഉണ്ടാവുകയും ചെയ്യുന്നു. അങ്ങനെ ആ നക്ഷത്രം സ്റ്റേബിൾ ആയി നിലനിൽക്കുന്നു. എന്നാൽ നമ്മുടെ സൂര്യനേക്കാൾ വളരെയധികം മാസുള്ള ഒരു നക്ഷത്രമാണെങ്കിൽ ആ നക്ഷത്രത്തിനുള്ളിലെ ചൂടും പ്രഷറും മൂലം കോറിൽ ഹെവിയർ ആയിട്ടുള്ള എലമെന്റുകൾ ഉണ്ടാകുന്നു. അങ്ങനെ അവസാനം ഉണ്ടാവുന്ന എലമെന്റ് ആണ് അയൺ. ബാക്കിയുള്ള എലമെന്റുകളെ പോലെ, അതായത് ഹൈഡ്രജൻ, ഹീലിയം, കാർബൺ, നിയോൺ, ഓക്സിജൻ, സിലിക്കൺ ഇവയെ പോലെ ഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ശേഷി അയൺ മൂലകത്തിനില്ല. അതുകൊണ്ട് തന്നെ അയണിന്റെ സാന്നിധ്യം ഈ നക്ഷത്രത്തിന്റെ ഉള്ളിൽ കൂടി ഒരു ക്രിട്ടിക്കൽ എമൗണ്ട് എത്തുമ്പോൾ ഗ്രാവിറ്റിയുടെ എനർജി റേഡിയേഷന്റെ എനർജിയേക്കാൾ വളരെയധികം കൂടുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ നക്ഷത്രത്തിന് സ്റ്റേബിൾ ആയി നിലനിൽക്കാൻ സാധിക്കില്ല. അങ്ങനെ അവ ഉള്ളിലേക്ക് പൊട്ടിത്തെറിക്കുന്നു, അതായത് ഇംപ്ലോഡ് ചെയ്യപ്പെടുന്നു. ഈ സമയത്ത് അവിടെ മാസ് വീണ്ടും കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെ ആ നക്ഷത്രം ഒരു സൂപ്പർനോവ എക്സ്പ്ലോഷനിലൂടെ മരിക്കുകയും അവിടെ ഒരു ന്യൂട്രോൺ സ്റ്റാർ ഉണ്ടാവുകയും ചെയ്യും. ആ നക്ഷത്രത്തിന്റെ മാസ് വളരെയധികം കൂടുതലാണെങ്കിൽ അവിടെ ഒരു ബ്ലാക്ക് ഹോൾ ആവും ഉണ്ടാവുക. നമ്മൾ ഒരു ബ്ലാക്ക് ഹോൾ കാണുകയാണെങ്കിൽ നാം യഥാർത്ഥത്തിൽ കാണുക ഇവന്റ് ഹൊറൈസൺ ആണ്. ഇവന്റ് ഹൊറൈസന്റെ അരികിലൂടെ ഒരു വസ്തുവിന് സഞ്ചരിക്കണമെങ്കിൽ അവ പ്രകാശത്തിനേലും വേഗത്തിലാവണം സഞ്ചരിക്കേണ്ടത്. എന്നാൽ അത് സാധ്യമല്ല. അതുകൊണ്ട് ഒന്നിനെയും റിഫ്ലക്ട് ചെയ്യാത്ത ഒരു കറുത്ത സ്ഫിയർ മാത്രമായാകും ബ്ലാക്ക് ഹോളിനെ കാണപ്പെടുക. ഒരു ബ്ലാക്ക് ഹോളിന്റെ ബ്ലാക്ക് പാർട്ടാണ് ഇവന്റ് ഹൊറൈസൺ എങ്കിൽ അതിന്റെ കോർ ഭാഗത്ത് എന്തായിരിക്കും? അതിനെയാണ് സിംഗുലാരിറ്റി എന്ന് പറയുന്നത്. സിംഗുലാരിറ്റി എന്നത് യഥാർത്ഥത്തിൽ വ്യക്തമല്ല. അവവോളിയവും സ്പേസും ഇല്ലാത്ത ഇൻഫിനിറ്റ് ഡെൻസിറ്റി ഉള്ള എല്ലാ മാസുകളെയും കോൺസെൻട്രേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന സ്പേസിലെ ഒരു പോയിന്റ് മാത്രമാണ്. അല്ലെങ്കിൽ ഇതൊന്നുമല്ലായിരിക്കാം. ബ്ലാക്ക് ഹോൾസ് ഒരിക്കലും എല്ലാറ്റിനെയും വലിച്ചെടുക്കുന്ന വാക്യൂം ക്ലീനർ പോലെയല്ല പ്രവർത്തിക്കുക. ഉദാഹരണമായി, നമ്മുടെ സൂര്യൻ ഒരു ബ്ലാക്ക് ഹോൾ ആവുകയാണെങ്കിൽ നമ്മുടെ ഭൂമിയും മറ്റു ഗ്രഹങ്ങളും അതിനെ പതിവ് പോലെ തന്നെ വലയം ചെയ്യും. എന്നാൽ ഭൂമിയിലെ തണുപ്പ് കൂടുകയും ഭൂമി ഒരു തണുത്തുറഞ്ഞ മൺകട്ടയായി മാറുകയും ചെയ്യും. ഒരു ബ്ലാക്ക് ഹോളിലേക്ക് നിങ്ങൾ വീണാൽ എന്ത് സംഭവിക്കും? നിങ്ങൾ ഇവന്റ് ഹൊറൈസന്റെ അടുത്തെത്തുമ്പോൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയം മാറുന്നു. അങ്ങനെ കൂടുതൽ അടുക്കുമ്പോൾ സമയം കൂടുതൽ സ്ലോ ആവുകയും ഒരു പരിധി കഴിഞ്ഞ് സമയം ഫ്രീസ് ആവുകയും നിങ്ങളെ ചുവപ്പ് നിറത്തിൽ കാണപ്പെടുവാൻ തുടങ്ങുകയും ചെയ്യും. പിന്നീട് കാണപ്പെടാതെ ആവുകയും ചെയ്യും. ഇതെല്ലാം ബ്ലാക്ക് ഹോളിലേക്ക് വീഴുന്ന നിങ്ങളെ പുറത്തു നിന്ന് വീക്ഷിക്കുന്ന ഒരാൾക്കാണ് അനുഭവപ്പെടുക. എങ്കിൽ നിങ്ങൾക്ക് അനുഭവപ്പെടുക തികച്ചും വ്യത്യസ്തമായിരിക്കും. ഒരു വീഡിയോ ഫാസ്റ്റ് ഫോർവേഡിൽ ആക്കിയതുപോലെയാവും നിങ്ങൾ ചുറ്റുമുള്ള കാഴ്ചകൾ കാണുക. ഒരു പക്ഷേ ഫ്യൂച്ചറിലേക്ക് നോക്കും പോലെ. അത് കഴിഞ്ഞ് എന്ത് സംഭവിക്കും? നിങ്ങൾ ഇവന്റ് ഹൊറൈസൺ കടന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് മരിക്കാനുമാണ് സാധ്യത. ഇവന്റ് ഹൊറൈസൺ കടന്നു കഴിയുമ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നമ്മുടെ ഭൂമിയിലുള്ളതിനേലും ലക്ഷക്കണക്കിന് ഇരട്ടിയാവും നിങ്ങളുടെ ഓരോ സെല്ലിലും അനുഭവപ്പെടുക. എക്സ്ട്രീം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മൂലം നിങ്ങൾ വലിഞ്ഞു കീറി മരിച്ചേക്കാം. അല്ലെങ്കിൽ ഇവന്റ് ഹൊറൈസൺ കടന്ന് ഉടനെ തന്നെ ഒരു തീജ്വാല നിങ്ങളെ കത്തിയരിച്ചേക്കാം. എന്നാൽ ഈ രണ്ട് സാധ്യതകളും ടെക്നിക്കലി പ്രസന്റ് അല്ല. ബ്ലാക്ക് ഹോൾസ് പൊതുവെ രണ്ട് സൈസുകളിലാണ് വിശേഷിപ്പിക്കപ്പെടാറ്. അതിലൊന്ന് മാസ് ബ്ലാക്ക് ഹോളാണ്. ഇവയ്ക്ക് നമ്മുടെ സൂര്യനേക്കാൾ കുറച്ചിരട്ടി മാസും ഒരു ആസ്ട്രോയിഡിന്റെ സൈസുമാവും ഉണ്ടാവുക. മറ്റൊന്ന് സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളാണ്. ഇവ എല്ലാ ഗാലക്സികളുടെയും ഹൃദയഭാഗത്തായി കാണപ്പെടുന്നു. നിലവിൽ കണ്ടെത്തപ്പെട്ടിരിക്കുന്ന ഏറ്റവും വലിയ സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾ സൂര്യനേലും 40 ബില്യൺ ഇരട്ടി മാസുണ്ട്. ബ്ലാക്ക് ഹോളുകൾക്ക് എത്രമാത്രം ശക്തിയുണ്ടോ അതിനനുസരിച്ച് അവ ഹോക്കിങ്സ് റേഡിയേഷൻസിന് വിധേയമാവും. ഇതെന്തെന്ന് മനസ്സിലാക്കാം. ഒരു എംപ്റ്റി സ്പേസ് എടുക്കുക. എന്നാൽ അവ യഥാർത്ഥത്തിൽ എംപ്റ്റി ആണോ? അല്ല. അവിടെ വെർച്വൽ പാർട്ടിക്കിൾസ് ഉണ്ടാവും.
അവ നിരന്തരം സ്പ്ലിറ്റ് ആവുകയും കൂടിച്ചേരുകയും ചെയ്തുകൊണ്ടേയിരിക്കും. ഇതൊരു ബ്ലാക്ക് ഹോളിന്റെ എഡ്ജിലാണ് സംഭവിക്കുന്നതെന്ന് വിചാരിക്കുക. കുറച്ച് വെർച്വൽ പാർട്ടിക്കിൾസ് ബ്ലാക്ക് ഹോളിന്റെ അകത്തേക്കും ബാക്കിയുള്ളവ പുറത്തേക്കുമാവും പോവുക. ഈ പുറത്തേക്ക് പോകുന്നവ റിയൽ പാർട്ടിക്കിൾസ് ആയി പിന്നീട് മാറുന്നു. ഇതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഹോളിന്റെ എനർജി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവ ആദ്യം സംഭവിക്കുന്നത് വളരെ പതിയാകും. എന്നാൽ ബ്ലാക്ക് ഹോൾ ചെറുതാവുന്നതനുസരിച്ച് ഇവയുടെ വേഗതയും കൂടും. ഉദാഹരണത്തിന്, ഒരു ആസ്ട്രോയിഡിന് അത്രമാത്രം മാസമുള്ള ഒരു ബ്ലാക്ക് ഹോൾ പുറത്തുവിടുന്ന റേഡിയേഷന് റൂം ടെമ്പറേച്ചർ സ്കെയിലിനോട് ആണ് സാമ്യമെങ്കിൽ, ഒരു വലിയ മലയുടെ മാസമുള്ള ബ്ലാക്ക് ഹോൾ പുറത്തുവിടുന്ന റേഡിയേഷന് നമ്മുടെ സൂര്യന്റെ ടെമ്പറേച്ചറിന്റെ സ്കെയിലിനോടായിരിക്കും സാമ്യത. ഒരു ബ്ലാക്ക് ഹോളിന്റെ അവസാന നിമിഷത്തിൽ ഒരു വലിയ പൊട്ടിത്തെറിയിലൂടെ അവ കോടാനുകൂടി ആണവ ബോംബുകളുടെ എനർജി പുറപ്പെടുവിപ്പിക്കുന്നു. എന്നാൽ ഈ പ്രോസസ്സ് വളരെ വളരെ പതുക്കെയാവും നടക്കുക. നിലവിൽ അറിയപ്പെടുന്ന ഏറ്റവും വലിയ ബ്ലാക്ക് ഹോളിന് ഇത് സംഭവിക്കുമ്പോൾ അത് ഭൂമിയിലെ മനുഷ്യർ ആരും കാണണമെന്നില്ല. അതിനൊക്കെ ഒരുപാട് മുന്നേ തന്നെ നമ്മുടെ ഈ പ്രപഞ്ചം വാസയോഗ്യമല്ലാതായി തീർന്നേക്കാം. ഇവിടെ നമ്മുടെ ബ്ലാക്ക് ഹോളിനെ പറ്റിയുള്ള ഇന്നത്തെ ഈ വീഡിയോ തീരുകയാണ്. ബ്ലാക്ക് ഹോളിനെ പറ്റി ഇനിയും കൂടുതലായി പറയാനുണ്ട്. അതിനി നമുക്ക് അടുത്തൊരു വീഡിയോയിലായി എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാനായി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കണം. താങ്ക് യു.